ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ മൈ ഹോം മൈ ഷോപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലും, പ്രത്യേകിച്ച് ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഈ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 20,000 PGPV ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് കുറേ കോണ്ടസ്റ്റ് ഉണ്ട്. ആ കോണ്ടസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ട്രൈ ചെയ്യുകയാണ്. കൂടാതെ കഴിഞ്ഞ ആ, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചില സമ്മാനങ്ങളെല്ലാം വെച്ചിരുന്നു. അത് ചിലവർ തായ്ലൻഡിലേക്ക് പോവുകയാണ് അടുത്ത മാസം. തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്ത ആളുകൾ ഏതാണ്ട് 126 പേരാണ് വിൻ ചെയ്തിരിക്കുന്നത്. അവര് ആം, ഇവിടുന്ന് 8-ാം തീയതി ഇവിടുന്ന് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമ്മാനങ്ങളെല്ലാം വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും പ്രത്യേകം MHMSലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയ മെമ്പേഴ്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ചാൽ നല്ലതായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പുതിയ മെമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ അവസരത്തിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ ഓക്കെ ഇന്ന് ആ, നമുക്ക് ഈ ഒരു സ്ലൈഡാണ് നമുക്കിന്ന് കാണിക്കാനായിട്ട് ഉള്ളത്. DXN എല്ലാവർക്കും അറിയാം. DXN എന്ന് പറഞ്ഞാൽ ഡൈഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് DXN എന്ന് പറയുന്നത്. അത് ഡോക്ടർ ലിംസ്യോജൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1993 അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം ഒരു ഹെർബോളജിസ്റ്റിന്റെ മകനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏഹ്, അപ്പന് കിട്ടിയ അല്ലെങ്കിൽ അച്ഛന് എന്താണുള്ളത് അത് മകനിലേക്ക് വരുമെന്ന് പറഞ്ഞ പോലെ ഡോക്ടർ ലിമ്മിന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ അദ്ദേഹം ഈ പച്ച മരുന്നുകളെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഗാനോഡർമയിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. അങ്ങനെ ഗാനോഡർമ ഡെവലപ്പ് ചെയ്ത് ഗാനോഡർമ ഒരു സംഭവമാക്കി അങ്ങനെ മാറ്റി. 93 ഈ മലേഷ്യയിൽ ഒരു ചെറിയ കമ്പനിയായിട്ട് തുടങ്ങിയത്. ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഫോട്ടോയിൽ ഏതാണ്ട് 2 കിലോമീറ്റർ കൂടുതലുണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്. അതായത് നമ്മുടെ DXN കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്, മലേഷ്യയിലുള്ള കോർപ്പറേറ്റ് ഓഫീസാണ് ഈ കാണുന്നത്. ഇന്ത്യയിൽ 2000-ലാണ് ഇത് വന്നത്. ആ 2000-ൽ തന്നെ DXNൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 180+ കൺട്രീസിൽ വേൾഡ് വൈഡ് നമ്മുടെ DXN പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. DXന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഡ്രാഗൺ, വൺ വേൾഡ്, വൺ മാർക്കറ്റ് ആൻഡ് വൺ മൈൻഡ്. വൺ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഓൺ കൾട്ടിവേഷൻ ആണ്, ഓൺ മാനുഫാക്ചറിങ് ആണ്, ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ഭൂരിഭാഗം വരുന്ന നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് വൺ ഡ്രാഗൺ എന്ന് വിളിക്കുന്നത്. അതായത് എൻ്റയർ പ്രോസസ്സ്, കൾട്ടിവേഷനും പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും നമ്മുടെ കമ്പനി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് പോയി കമ്പനി നമുക്ക് പോയി കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ഇതൊന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് പോയി കാണാം. കാണാനുള്ള എല്ലാ അവസരങ്ങളും കമ്പനി നമുക്ക് ചെയ്തു തരുന്നു. വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എവിടെ മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്താലും, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എവിടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്താലും അയാൾക്ക് വേൾഡ് വൈഡ് ബോണസ്, വേൾഡ് വൈഡ് മെമ്പർഷിപ്പ്, വേൾഡ് വൈഡ് ഓപ്പറേഷൻ അയാൾക്ക് പോസിബിൾ ആണെന്നാണ്. അത് ഈ DXN കമ്പനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കാരണം പല കമ്പനികളൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും അവിടെ ബ്രാഞ്ചസും ഇല്ല, പ്രൊഡക്റ്റും ഇല്ല, അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കമ്പനിക്ക് പേര് കിട്ടാൻ സാധ്യതയുള്ളതാണ്.
ഡി എക്സിന്റെ വൺ വേൾഡ് വൺ മാർക്കറ്റ് കോൺസെപ്റ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏം, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കണ്ണൂര് ഒരു സ്ത്രീ വന്നിട്ട് അവിടെ വന്ന് പരാതി പറയുകയാണ്. പരാതി ഇങ്ങനെയാ പറയുന്നത്: ഞാൻ ഈ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം എൻ്റെ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വന്ന ആളുകൾക്കൊക്കെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി കാണിച്ചാൽ മതി, നിങ്ങൾ അവിടെ നിന്ന് ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ എനിക്കും ബെനിഫിറ്റ് കിട്ടും, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറേ പേരോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ എല്ലാ മാസവും വന്ന് കമ്മീഷൻ ചെക്ക് ചെയ്യും. ഇപ്പൊ കമ്മീഷൻ ഒരു 4000, 3000, 2000, 5000 അങ്ങനെയൊക്കെയാ വരുന്നത്. വേറെ ആളുകളൊന്നും മെമ്പർഷിപ്പ് ഒന്നും എടുപ്പിക്കുന്നില്ല. എല്ലാം നേരിട്ടുള്ള പർച്ചേസ്, അതുവഴി കിട്ടുന്ന ബെനിഫിറ്റ് കൊണ്ട് അതുകൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാള്. അപ്പോൾ ആള് ഈ പരാതി സ്റ്റോക്കിസ്റ്റിനോട് ഉന്നയിച്ചപ്പോൾ കണ്ണൂർ സ്റ്റോക്കിസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് ഇ വാലറ്റ് ഉണ്ടാന്ന് ചോദിച്ചു, ഇ വേൾഡ് ഉണ്ടാന്ന് ചോദിച്ചു ആദ്യം. അപ്പൊ ഇ വേൾഡ് ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ ഇ വേൾഡ് ഇല്ല അവർക്ക്. അങ്ങനെ ഇ വേൾഡ് ലോഗിൻ ചെയ്യിപ്പിച്ച് അത് ഓപ്പൺ ചെയ്യിപ്പിച്ച് ഇ വേൾഡിലൂടെ അവരുടെ പൈസ എത്ര ഉണ്ടെന്ന് നോക്കിയപ്പോൾ 57,000 രൂപ അവരുടെ ബാങ്ക് അതായത് ഈ വേൾഡിൽ കിടപ്പുണ്ട്. ഈ വേൾഡിൽ ഈ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് കിടപ്പുണ്ട്. അതായത് ഇവര് കുറെ ആളുകൾ പറഞ്ഞിരുന്നു, അവരൊക്കെ ഇവരുടെ നമ്പറിൽ വാങ്ങിച്ചിരുന്നു. ആ പൈസ എല്ലാം ഇങ്ങനെ കൂടിക്കിടന്ന് ഇവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ വൺ വേൾഡ് വൺ മാർക്കറ്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ലോകത്തെ എവിടെയൊക്കെ ആർക്കൊക്കെ ഈ നമ്പർ നിങ്ങൾ പാസ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു 10,230 രൂപ വരുന്നത് വരെ നമുക്ക് എടുക്കാൻ പറ്റില്ല പൈസ. അത് ബാങ്കിന്റെ നിയമമാണ്. 10,230 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 230 രൂപ എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ചാർജാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10,000 രൂപയെങ്കിലും മിനിമം ഫോറിൻ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്. നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനിക്ക് ഇങ്ങനത്തെ പരിപാടി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു നോക്കും, ഒന്ന് അന്വേഷിക്കും. അത്രയും വലിയൊരു കമ്പനിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും മറ്റുമൊക്കെ പറയുമ്പോൾ ഈ ഇരിക്കുന്ന ആളെ കുറിച്ചും കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു 17-18 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ ഡി എക്സിന്റെ കോഫിയും മറ്റുമൊക്കെ ഈ മനുഷ്യന്റെ പാലസിൽ ഉപയോഗിക്കുന്നുണ്ട്, കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ദുബായിലെ രാജകുമാരൻ ഹംദാൻ രാജാവാണ്. അദ്ദേഹം ഓടിക്കുന്ന ഫ്ലൈറ്റ് ആണത്. ആ ഫ്ലൈറ്റിലെ വെച്ചിരിക്കുന്ന കോഫി ഏതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇത് ഒരു വലിയ സംഭവമായിട്ട് നമ്മുടെ ദുബായ് മാർക്കറ്റിലെല്ലാം നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തു. ഒരു 4-5 ഇരട്ടിയൊക്കെ ബിസിനസ്സാണ് നമുക്ക് ഹംദാൻ രാജാവ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് വന്ന ഒരു വലിയ കയറ്റം. അപ്പോൾ ഇത്രയും എന്താ പറയുന്നത്, സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ച ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡി എക്സൺ പ്രൊഡക്റ്റ്. ഇത് വേൾഡ് വൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൺ മൈൻഡ് കമ്പനിയും ഡിസ്ട്രിബ്യൂട്ടേഴ്സും അത് എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഡി എക്സൺ ബിസിനസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വൺ മൈൻഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ലോകം മുഴുവനും ഈ ബിസിനസ് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തിൽ കമ്പനി നമ്മളെ സഹായിക്കുന്നു. ഡി എക്സൺ ഫിലോസഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ പ്രൈസ് ഹൈ ക്വാളിറ്റി. അതായത് ഗാനോഡർമയുടെ 6 സ്പീഷ്യസ്, അതായത് 6 വർഗങ്ങളിൽപ്പെട്ട ഗാനോഡർമയുടെ പൗഡർ, 100 ദിവസം പ്രായമായ പൗഡർ ലോകത്താകെ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡി എക്സിന്റെ സ്റ്റോക്ക് പോയിന്റ് ആണ്. ബാക്കി പല കമ്പനികളും ഇറക്കുന്നുണ്ട്, അത് ഒരു സ്പീഷ്യസ് ആണ്, ഒരു വർഗമാണ്. ഇത് 6 സ്പീഷ്യസ് ആണ്. 6 വർഗം ഗാനോഡർമേനെ, ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഗാനോഡർമേനെ എടുത്തിട്ട് തരുന്നത്. അത് കൂടാതെ 14 ദിവസം മുതൽ 21 ദിവസം വരെ പ്രായമായ മഷ്റൂമിന്റെ വേരിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന GL ആകെ ഒരു കമ്പനി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിന്റെ പേരാണ് ഡി എക്സ്. അത് ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിലും ഓസ്ട്രേലിയയിലും US-ലും മറ്റെല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ അവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയും വർഷക്കാലമായി. ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇത് കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. ഇത് കഴിച്ചാലുള്ള ഏറ്റവും വലിയൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായതാണ്, 25 വർഷമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു സൈഡ് എഫക്റ്റ്, നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ അത് ഭാഗം വെക്കാനായിട്ട് വൈകും.
അതാണ് ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു സൈഡ് എഫക്റ്റ്. അതുകൊണ്ട് തന്നെ വയസ്സായ ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് അവർക്ക് വലിയ സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീണ്ടും അവരുടെ ആയുസ് കൂടി കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരുടെ സ്വത്ത് നമുക്ക് ഭാഗം വെച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ മരിച്ചു പോകാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളാണ് കഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം നമ്മൾ മരിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വിമാനം പൊട്ടിത്തെറിക്കണം, അല്ലെങ്കിൽ വല്ല റോഡ് റോളർ വന്ന് കയറി മരിച്ചു പോകണം, അല്ലെങ്കിൽ ഒരു 100 വയസ്സൊക്കെ കഴിയണം. അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ ഗാനോഡർമ കഴിക്കാണ്ടിരിക്കുക. കാരണം മക്കളെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സൈഡ് എഫക്റ്റ് ഒഴിച്ചാൽ വേറെ സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. പിന്നെ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മൂക്ക് വഴിയും വായു വഴിയും മലശോധനയിലൂടെയും മറ്റു വിസർജനങ്ങളിലൂടെയും പരിക്കളായിട്ടൊക്കെ അത് പുറത്തേക്ക് വിഷാംശങ്ങൾ തള്ളിക്കളയും. അത് ബോഡി ചെയ്യുന്ന കാര്യമാണ്. അതല്ലെങ്കിലും ബോഡി ചെയ്യും. പക്ഷെ ബോഡിക്ക് ഇപ്പൊ ആ ഒരു സ്വഭാവമൊക്കെ ബോഡി മതിയാക്കി. കാരണം ഈ വിഷങ്ങൾ കുറെ ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും അവന് മതിയായത്. അപ്പൊ അവനിതിങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ DXN കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ലോ പ്രൈസ് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോ പ്രൊഫൈൽ ഹൈ ഇൻകം, അതായത് ഈ ഇവിടെ DXN കമ്പനിയിൽ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ നോക്കിയോ, അവരെല്ലാവരും ഒരു ഓഫീസ് സ്വന്തമായിട്ട് ഇല്ലാത്ത ആളുകളാണ്. ഓഫീസ് തുടങ്ങിയിട്ടില്ല അവര്, അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് അവർക്കില്ല. ഇനി അവര് ഒരു സ്റ്റാഫിനെ ഇരുത്തിയിട്ടില്ല, അവരൊരു കമ്പ്യൂട്ടർ മേടിച്ചു വെച്ചിട്ടില്ല, അവരൊരു തരത്തിലുള്ള ഒരു ചെലവും അതിനെ നടത്തിയിട്ടില്ല. അവരാകെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 20 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരിലൂടെ ഒരു 10,000-15,000 രൂപയുടെ ബിസിനസ് അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഇതാണ് ആകെ അവർ ചെയ്യുന്നത്. എന്നിട്ടാണ് ചില ആളുകൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ DXNൽ നിന്ന് വരുമാനം വാങ്ങിക്കുന്നത് മാസം. അപ്പോൾ ഒരു ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഹൈ ഇൻകം ആണ്. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞു കുറെ വനിതകൾക്ക് വേണ്ടിയിട്ട് പുതിയ സംരംഭങ്ങൾ, അതായത് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അവരെ കൊണ്ട് ചെറുകിട പരിപാടികളൊക്കെ തുടങ്ങിക്കാൻ വേണ്ടിയിട്ട് വലിയ ട്രെയിനിങ് ഒക്കെ നടക്കുകയാണ്. അതിന് വലിയ പൈസ കൊടുത്ത ആളുകൾ പോയി ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെല്ലാവരും ഈ ഒരു പ്രോഗ്രാം ഒരു 2000-ൽ തുടങ്ങുമ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. പ്രൊഡക്റ്റ് നല്ലതാണെന്ന് മനസ്സിലാക്കി ആ പ്രൊഡക്റ്റ് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് കുറച്ച് കസ്റ്റമേഴ്സിനെ കണ്ട് അവരോട് പറഞ്ഞു. അങ്ങനെ അവരിൽ നിന്ന് നമുക്ക് കുറെ ബിസിനസ് കിട്ടി. പക്ഷെ അന്നെല്ലാം ഞങ്ങളുടെ കയ്യിലാകെ 2 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഒരു കോഫിയും ഗാനോഡർമയുടെ ക്യാപ്സൂൾ ഫോമിലുള്ളത്. ഇന്ന് നമുക്ക് 100-ൽ കവിഞ്ഞ് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പൊ കുക്കിംഗ് ഓയിലൊക്കെ വളരെ സക്സസ്ഫുൾ ആണ്. അപ്പൊ അന്നൊന്നും കുക്കിംഗ് ഓയിലൊന്നും ഇല്ല. അന്ന് നമ്മൾ ഈ ഗാനോഡർമ ക്യാപ്സൂളും കൊണ്ട് നടക്കണം. ക്യാപ്സൂൾ ആരാ കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ രോഗികളായിട്ടുള്ള ആളുകളെ കഴിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് രോഗികളെ തന്നെ തപ്പി ഇറങ്ങേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു നെഗറ്റീവ് ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. കാരണം ഇത് രോഗികൾക്ക് മാത്രമുള്ള ഒരു സാധനമാണ്. മരിക്കാൻ കിടക്കുന്ന ആളുകൾക്കും വിസ കിട്ടിയ ആളുകൾക്കും ഒക്കെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തത്. അപ്പൊ അതിൻ്റെതായ കുറെ ഡ്രോബാക്സ് നമുക്ക് ഉണ്ടായിരുന്നു. അത് തന്നെ പിന്നെ നമ്മൾ പിന്തുടർന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഈ മറ്റു പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എപ്പോഴും ഈ ഡോക്ടർ കളിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. കാരണം പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏതായാലും ഡോക്ടർ ആകാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർ ആകുകയുമില്ല. അപ്പോ ആ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ പല ആൾക്കാരെയൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്ത് ഗുണം കിട്ടി കഴിയുമ്പോൾ ഞാൻ അയാൾക്ക് കൊടുത്ത് അയാളെ റെഡിയായി, ഞാൻ ഇയാൾക്ക് കൊടുത്ത് ഇയാളെ റെഡിയാക്കി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. സത്യത്തില് നമ്മൾ എന്താണ് അവിടെ ചെയ്തല്ല, നമ്മളൊരു കാര്യവും ചെയ്തിട്ടില്ല. നമ്മൾ ആകെ ചെയ്തിരിക്കുന്ന കാര്യം DXന്റെ ഗാനോഡർമ എന്ന് പറയുന്ന 400ഓളം വരുന്ന പോഷക ഔഷധ ഘടകങ്ങളുള്ള ഒരു സാധനം അവരുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അവരനുവദിച്ചു. അല്ലെങ്കിൽ നമ്മളത് കൊടുത്തപ്പോൾ അവരെടുത്ത് ഉപയോഗിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരുടെ ശരീരം വർക്ക് ചെയ്താണ്. അല്ലാണ്ട് ഞാൻ കൊടുത്തപ്പോൾ ശരിയായിരുന്നോ അല്ലെങ്കിൽ ഞാൻ അവരെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കിയെന്നോ അങ്ങനെയൊന്നും പറയാനുള്ള ഒരു യോഗ്യതയും ഒരു ക്വാളിഫിക്കേഷനും ഒരു ക്രെഡിറ്റ് നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അത് അയാളുടെ ബോഡിയുടെ കഴിവാണ്. അയാളുടെ ശരീരത്തിലേക്ക് ഗാനോഡർമ എന്ന് പറയുന്ന 400ഓളം വരുന്ന പോഷകൌഷധ ഘടകങ്ങൾ ചെല്ലുമ്പോൾ ഏത് ബോഡിയും ആക്ട് ചെയ്യണ്ടേ? അപ്പോൾ
അത് ഓരോ ആളുകൾക്കും ഓരോ അളവിലായിരിക്കും എന്ന് മാത്രം. ചില ആളുകൾക്ക് കുറച്ച് കൊടുത്താൽ ഗുണം കിട്ടും, ചില ആളുകൾക്ക് കൂടുതൽ കൊടുത്താൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ചില ആളുകളോട് പറയാറുണ്ട്. ചില ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ അളവെന്ന് പറയും. ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ചവറ് കൂനയ്ക്ക് തീ പിടിച്ചാൽ, ഒരു ചെറിയൊരു ചവറിന് തീ പിടിച്ചാൽ, ആ ചവറ് നമ്മൾ ആ തീ പിടിച്ച ആ ചവറിലേക്ക് നമ്മൾ ഒരു 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ കെടാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പുരക്കാണ് തീ പിടിച്ചിരിക്കുന്നതെങ്കിൽ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇതെന്താ കെടാത്തതെന്ന് ചോദിച്ച് പരാതി പറയരുത്. അവിടെ ഫയർ എഞ്ചിനാ വേണ്ടത്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളുടെ ആനുപാതത്തിൽ നമ്മൾക്ക് പ്രൊഡക്റ്റിന്റെ അളവ് കൂട്ടേണ്ടി വരും. കാരണം ഇതൊരു മെഡിസിൻ അല്ലാത്തത് കൊണ്ട് തന്നെ, ഇതൊരു ഭക്ഷണമായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഇത് എങ്ങനെ അറിയാൻ പറ്റും ഒരാളുടെ ശരീരത്തിൽ ചവറിനുമാണോ തീ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പുരയ്ക്കാണോ തീ പിടിച്ചിരിക്കുന്നതെന്ന്, ഫയർ എഞ്ചിനാണോ വേണ്ടത് അല്ലെങ്കിൽ 1 ബക്കറ്റ് വെള്ളമാണോ വേണ്ടത് എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അയാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഡോക്ടർ ലിം പറയുന്നത്, നിങ്ങൾ ഒരു പെയർ RGGL സ്റ്റാർട്ട് ചെയ്യും, ഊണമൊന്നും കിട്ടും കാണുന്നില്ലെങ്കിൽ ഒരു 2 പേര് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ ഒരു 3 പേര് സ്റ്റാർട്ട് ചെയ്ത്, 4 പേര് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെ കൂടുതൽ കൂടുതൽ കൂടുതലാക്കി 60 പേർ വരെ കഴിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ DXന്റെ ലോ പ്രൈസ്, ഹൈ ക്വാളിറ്റി, ലോ പ്രൊഫൈല്, ഹൈ ഇൻകം പറയാനായിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് കാട് കയറിപ്പോയതാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ DXL ജോയിൻ ചെയ്യണത്? പല ആൾക്കാരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഒറ്റ വാക്കിലത് ഉത്തരം ഇങ്ങനെയാണ്: ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. അതായത് ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാകുക, ഒരാൾക്ക് സമ്പത്ത്, അയാൾക്ക് ആവശ്യമായ ഒരു സമ്പത്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക, അയാൾക്ക് അതുവഴി സന്തോഷം ഉണ്ടാക്കുക. ഇനി ഇത് രണ്ടും കിട്ടിയിട്ട് സന്തോഷമില്ല എങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാലേ സന്തോഷം ഉണ്ടാവുള്ളെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, ഇതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഹെൽത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, DXനിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾ DXന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കും. DXനിൽ പ്രവർത്തിക്കാത്തിടത്തോളം കാലം, അതായത് DXനിൽ നിന്ന് നിങ്ങൾ അകലെയാണെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കില്ല. അത് സ്വാഭാവികമാണ്. ഇപ്പൊ ഞാൻ ചില ആളുകളെയൊക്കെ കണ്ടപ്പോൾ അവരെല്ലാം പറയുന്നത്, പണ്ട് ആ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ല ആരോഗ്യമായിരുന്നു, ഇപ്പൊ അവർ വേറെ കമ്പനിയില്ല, അപ്പൊ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അവർക്ക് ഉപയോഗിക്കാൻ പേടി. പക്ഷെ അത് വിറ്റ് കാശാക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ആക്സസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളും സപ്ലിമെന്റുകളും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ DXL ഉണ്ടെങ്കിൽ ഉപയോഗിക്കുള്ളൂ, DXL ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കില്ല. ഇത് കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കില്ല. അപ്പൊ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പാസീവ് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട് ഇതിനകത്ത്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനെല്ലാം ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമാണ് എനിക്ക് ഇൻകം, അല്ലേ? ഇപ്പൊ ഞാൻ പണിയെടുത്താൽ എനിക്ക് പൈസ കിട്ടും, പണിയെടുത്തില്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല. ഞാനൊരു ഡ്രൈവർ ആണെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്താൽ എനിക്ക് പൈസ കിട്ടും. ഞാനൊരു മെക്കാനിക് ആണെങ്കിൽ ഞാൻ ആ മെക്കാനിക് പണി ചെയ്താൽ എനിക്ക് പൈസ കിട്ടും. ഞാനൊരു കുക്കാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്ത് അത് ചെയ്ത് കൊടുത്താലാണ് എനിക്ക് പൈസ കിട്ടുന്നത്. ഞാനൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഓഫീസിൽ പോയി പണിയെടുത്താലാണ് എനിക്ക് പൈസ കിട്ടുന്നത്. ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വലിയ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്ത്, കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ ഒരു 10ഓ 500ഓ 1000ഓ ഒക്കെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ ഗ്രൂപ്പിലായി കഴിയുമ്പോൾ, അവരെല്ലാവരും ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് അവർക്ക് നല്ല റിസൾട്ട് ആയി കഴിയുമ്പോൾ, അവർ പിന്നെ നിങ്ങളെ ഒന്നും നോക്കില്ല. നിങ്ങളൊന്നും നോക്കാതെ അവർ അവരുടേതായ ബിസിനസ്സിലേക്ക് തിരിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ DXN കമ്പനിയിൽ കൊണ്ടുവന്ന ഒരു ഒരു വ്യക്തിയാണ് ഈ പ്രസാദ് എന്ന് പറയുന്നത്, SN പ്രസാദ് എന്ന് പറയുന്നത്. SN പ്രസാദ് എന്ന് പറയുന്ന ആള് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി അയാൾക്ക് ഹൈ BP ആയിരുന്നു. അപ്പോൾ ഹൈ BP ആയിരുന്ന ആള് നമ്മുടെ 2-in-1 കോഫി, ഗാനോഡർമയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ഹൈ BPക്കുള്ള മരുന്ന് കഴിച്ചാലും BP കുറയാത്തൊരവസ്ഥ ഉണ്ടായിരുന്ന ആൾക്ക്. അപ്പൊ അതിന് നോർമൽ വന്നപ്പോൾ അയാളെ ചികിത്സിക്കുന്ന ഡോക്ടർ ചോദിച്ചു, ഇതെങ്ങനെയാണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞു, ഞാനൊരു കോഫി കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, എന്നാ ആ കോഫി എനിക്കും താന്ന് പറഞ്ഞു. കാരണം ഇതേ പ്രശ്നം ഡോക്ടറും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഡോക്ടർ ആ സമയത്ത് രോഗിയോട് തന്നെ, രോഗി പിന്നെ ഫ്രണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അങ്ങേരെ ഈ കോഫി ആൾക്ക് കൊടുത്തു, ഡോക്ടർ ഇവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. അങ്ങനെ ഡോക്ടർക്കും ഗുണം കിട്ടി. അങ്ങനെ 2 പേർക്കും ഗുണം കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പതുക്കെ ബീഹാർ പോയി ഈ ഗ്രൂപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യാണ്.
അതായത് അയാൾ ബിഹാരിയാണ്, ഈ പറയുന്ന എസ് എൻ പ്രസാദ് എന്ന് പറയുന്ന ആൾ. ആ ബീഹാർ ടീം ഇന്ന് വളർന്ന് പന്തലിച്ച് 25 കോടി ടേൺ ഓവറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ആള് ആ സമയത്ത്, ഇപ്പൊ നമ്മളിത് ഇയാളോട് പറയുന്നത് വരെ ആ, നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അയാളെ ഒന്ന് പറഞ്ഞ് ശരിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അയാളുടെ സ്ഥലത്ത് പോയി അയാൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ചെയ്തു കൊടുക്കാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ആ ഒരു 1-2 മാസത്തെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പതുക്കെ പതുക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ ഗ്രൂപ്പിൽ ഒരുപാട് നല്ല ബിസിനസ് മൈൻഡുള്ള, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത പാവപ്പെട്ട കുറെ ആളുകൾ വന്നപ്പോൾ അത് ഫ്ലറിഷ് ചെയ്തു. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളുകൾ വന്ന് എങ്ങനെയാണ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് അങ്ങോട്ട് ഉഷാറാവുമെന്നാണ്. അതൊരു പൊട്ടത്തരമായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. എന്റെ കൂടെ വർക്ക് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളൊന്നും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഈ വിദ്യാഭ്യാസം ഉള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് സങ്കടവും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനാണാവോ ഈ ആളുകൾ വിദ്യാഭ്യാസം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് DXNൽ സക്സസ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്താണോ നമ്മൾ പറയുന്നത് അത് അങ്ങനെ അങ്ങനെ ചെയ്യും. ഈ നമ്മൾ കുറച്ച് ബുദ്ധിയുള്ള ആളുകളാണ് കേരളത്തിലുള്ള ആളുകൾ, ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവനെ പറ്റിക്കാനായിരിക്കും പറയണത്, എങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് നമുക്ക്. പക്ഷേ ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒന്നും ഇത്രയും വലിയ ഷാർപ്പ് ബുദ്ധിയായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അവരൊരു കാര്യം ഇപ്പൊ നമ്മൾ പറയാണ്, ഞാൻ സക്സസ് ആയി, നീ ഇത് കഴിച്ചു നോക്ക്. അവൻ കഴിച്ചു നോക്കി, ഗുണമുള്ള ആളുണ്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ പേ പിടിച്ചതുപോലെ ഓടും. കാണുന്ന ആളുകളെ മുഴുവൻ കടിക്കും, കടി കൊള്ളുന്നവരൊക്കെ പേ ഇളകും. ഇത് കേരളത്തിൽ നടക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്. കുറച്ച് പണി നമ്മൾ കൂടുതൽ എടുക്കണം. ഈ സാധാരണ പണി എടുത്താൽ പോരാ. ഇപ്പൊ പാസീവ് ഇൻകം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എസ് എൻ പ്രസാദിനെ വിളിക്കാറില്ല. എസ് എൻ പ്രസാദെ മീറ്റിംഗ് നടത്തിയോ, മീറ്റിംഗ് നടത്തുമോ, മീറ്റിംഗ് വരുമോ എന്നൊക്കെ ഒന്നും ഞാൻ ചോദിക്കാറില്ല. ആ ഗ്രൂപ്പിനോട് ഞാനൊന്നും ചോദിക്കാറില്ല. എന്നാലും ഞാൻ ഈ 21-ാം തീയതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ഒരു ടീം ഇപ്പോൾ UP-യിൽ നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പൊ ആ UP-യിലുള്ള ടീമിന് വേണ്ടിയിട്ട് ഒരു 3 ദിവസം എന്നോട് അവർ ചോദിച്ചു, അതുകൊണ്ട് പോകുന്നു. ഞാൻ ഒരിക്കലും അവരോട് ചോദിച്ചിട്ടില്ല എന്റെ പ്രോഗ്രാം വേണോന്നോ ഒന്നും ചോദിച്ചില്ല. അവർ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ. പണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കുറച്ചധികം അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം അവർ വളർന്നു പന്തലിച്ചു. അവിടെ നിന്ന് എനിക്ക് നല്ലൊരു തുകയാണ് എല്ലാ മാസവും കിട്ടുന്നത്. ആ തുക സാധാരണ ഒരു മനുഷ്യന് ഒരു വർഷമൊക്കെ കിട്ടുന്നത് എനിക്ക് അവിടെ നിന്ന് മാത്രം ഒരു വർഷം, ഒരു മാസം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഗ്ലോബൽ റെക്കഗ്നീഷൻ. നമ്മൾ DXNൽ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലോകം മുഴുവൻ അറിയും എന്നുള്ളതാണ്. ലോകം മുഴുവൻ എന്ന് വെച്ചാൽ ഒരു ഒരു നല്ലൊരു ഒരു ഒരു ക്രൗൺ ഡയമണ്ട് പൊസിഷനൊക്കെ ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾ വേൾഡ് കംപ്ലീറ്റ് അറിയും. വേൾഡിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടാവും. ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. വേറെ ഏതെങ്കിലും കമ്പനിയിൽ അങ്ങനെ ഒരു മാർഗം ഉണ്ടാന്ന് നോക്ക്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മുടെ ധർമ്മശീല കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ ഒരു ലിമോസിൻ എന്ന് പറയുന്ന ഒരു വലിയ കാർ ഉണ്ടല്ലോ, അതായത് ഒരു ബസ്സിനേക്കാൾ നീളമുള്ള വലിയ കാർ, ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന കാർ, ആ കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. ഞാൻ DXNൽ ജോയിൻ ചെയ്ത് 12 വർഷം കഴിഞ്ഞ് ജോയിൻ ചെയ്ത ആളാണ് ധർമ്മശീല. ധർമ്മശീലയും ഭർത്താവും അവരുടെ ഒരു കുട്ടിയും, വളരെ വൈകിയാണ് അവർക്ക് കുട്ടി ഉണ്ടായത്. അവര് ആ ലിമോസിൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രൊഫസറിന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. അത് ദുബായില് ബി വിത്ത് ദ ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമില് ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു അവര് രണ്ടുപേരും. അപ്പോൾ വേൾഡ് മുഴുവനും നമുക്ക് അറിയപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, DXN നന്നായിട്ട് ചെയ്യുക. ഒരു ദിവസം ഒരു 8 മണിക്കൂർ DXN ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്താലേ ഒക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുക. ഒരു സാധാരണ ഒരു മെമ്പറായി ഇങ്ങനെ തുടരാൻ പറ്റുന്നത്. മറിച്ച് എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, നേടണം, കുറച്ച് വിദേശ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യണം, അങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 8 മണിക്കൂറൊക്കെ സാധാരണ ഒരു ജോലിക്ക് പോകുന്ന പോലെ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകാം. തുടക്കത്തിൽ ചിലപ്പോൾ കുറച്ച് സമയം മതിയാവും. പക്ഷെ ഒരു ഗ്രൂപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ ടീമിനെ വളർത്തിയെടുക്കുന്നത് വരെ. ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ ഓഫ് ടൈം.
നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജോലിയുടെ സമയം. അതൊക്കെ കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഫ്ലെക്സിബിലിറ്റി വരും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിച്ചു, അവര് ചോദിച്ചു ഇന്ന ദിവസം വരാൻ പറ്റുമോ എന്ന് ചോദിക്കണത്. നമ്മളോട് വരണം എന്നല്ല പറയുന്നത്, വരാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയണത് എനിക്ക് ആ സമയത്ത് എത്താൻ പറ്റില്ല, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന സമയം വരാൻ പറ്റുമോ, ഓക്കെ, ആ സമയമാണെങ്കിൽ ഓക്കെ. അപ്പൊ അവര് നമ്മുടെ സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തേക്ക് വരും. ഇപ്പൊ അതൊന്നുമല്ലല്ലോ കൺട്രോൾ ചെയ്യണേ. ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ആരാണോ തന്നത് അയാളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ കല്യാണത്തിന് പോകണോ, നിങ്ങൾ 28 കെട്ടിന് പോകണോ, ബാപ്റ്റിസത്തിന് പോകണോ, അതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ തൊഴിലുടമയാണ്. അയാൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. അത് DXNൽ അവൈലബിൾ ആണ്. അതിനാണ് ഞാൻ DXNൽ ജോയിൻ ചെയ്തത്. വൈ ഷുഡ് ഐ ജോയിൻ DXN? ഫിനാൻഷ്യൽ ഫ്രീഡം. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും വാങ്ങിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സാമ്പത്തികമായ ഒരു 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 ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് ആക്ച്വലി DXN ജോയിൻ ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് DXNൽ ജോയിൻ ചെയ്യണമെന്നുള്ളതിന്റെ അടുത്ത ഒരു വേർഷൻ ഞാൻ പറയാൻ പോകുന്നത്, ഇത് കേരള കൗമുദിയിൽ മെഡിക്കൽ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം ഒപ്പിയിൽ ചികിത്സയ്ക്ക് നീണ്ട ക്യൂ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതായത് ആശുപത്രികളിലൊക്കെ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഈ ഹൃദ്രോഗ വിഭാഗം ഒപ്പിയിൽ ചികിത്സയ്ക്ക് നീണ്ട ക്യൂ വരാൻ കാരണം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഊഹിച്ച് കണ്ടെത്തുക. ഞാനിത് പബ്ലിക് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൃദ്രോഗങ്ങൾ കൂടി വരുന്നത്? ഒരു ലോകത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ആം, പുരോഗതി എന്ന് പറയുന്നത് അവിടെ എത്ര ഹോസ്പിറ്റലുകൾ ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് അവിടെ എത്ര ഹോസ്പിറ്റലുകൾ പുതിയതായിട്ട് തുടങ്ങി എന്നല്ല. അതായത് ഞാൻ പെരിന്തൽമണ്ണ ചെന്നപ്പോൾ അവിടെ ഞാൻ അവരോട് അന്വേഷിച്ചു, ഇവിടെ എത്ര ഹോസ്പിറ്റൽസ് കാണുമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി ആ സംഖ്യ കേട്ടപ്പോൾ. 172 ആണ് പെരിന്തൽമണ്ണ ആ ഭാഗത്തുള്ളത്. അപ്പൊ അവിടുത്തെ ആളുകൾ മുഴുവനും, അപ്പൊ ഞാൻ അടുത്ത ചോദ്യം വേണ്ടി ഇതായിരുന്നു, അപ്പൊ എല്ലാവരും അവിടെ തന്നെയാണ് ആ താമസം, വീടുകളിലൊന്നും പോകാറില്ലേ തിരിച്ച്? എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. എല്ലാവരും അതിനകത്താണോ താമസിക്കുന്നത്? ഇതാണ് നമ്മുടെ കണ്ടീഷൻ. നമ്മുടെ ഹെൽത്ത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഭയങ്കര പുരോഗമനമാണ്. ഇപ്പൊ അടുത്ത പുരോഗമനം വരാൻ പോവാണ്, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് നിർമ്മിത ബുദ്ധി. നാളെ നമുക്ക് ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സുന്ദരിയായ ഭാര്യയെ കിട്ടും, സുന്ദരനായ ഭർത്താവിനെ കിട്ടും. ചെറുപ്പക്കാരനെ വേണോ സെലക്ട് ചെയ്യാൻ നമുക്ക്. AI അതിലേക്കാണ് നടന്നെടുക്കുന്നത്. നമ്മുടെയൊക്കെ ജോലികളൊക്കെ മാറി 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 പോവുകയാണ്. ഡ്രൈവർ ഉണ്ടാവില്ല, ഡോക്ടേഴ്സ് വേണ്ട. കാരണം ഡോക്ടർമാരാകുന്നത് AI ആണ്. അവരായിരിക്കും ഡോക്ടേഴ്സ് ആകുന്നത്. അവര് മനുഷ്യരെ പോലെ കൈക്കൂലി മേടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. അയാൾ പൈസ തന്നില്ല, അങ്ങനെയൊന്നുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്ന ഒരു പറ്റം AI ഡോക്ടേഴ്സ്. ഇനി അഡ്വക്കേറ്റുമാരും AI ആകുകയാണ്. അങ്ങനെ ലോകം മുഴുവനും AI കീഴടക്കുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഈ AI നമുക്ക് RGGL-ഉം സ്പൈറലിനെയും എടുത്തു തരണം. അത് വയറ്റിലേക്ക് പോയാലേ നമ്മളിവിടെ ഉണ്ടാവുള്ളൂ അതൊക്കെ ആസ്വദിക്കാനായിട്ട്. നമ്മുടെ ചാൻസസ് വെരി ഹൈ. അപ്പൊ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും പേടിക്കേണ്ട. നമ്മൾ DXന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതായാലും എനിക്ക് തോന്നണില്ല AI-നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന്. നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഞാനെല്ലാം മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ഒരു AI ഒരു വേർഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അതുപോലെ മെഡിക്കൽ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം ഒപ്പിയിൽ ചികിത്സയ്ക്ക് നീണ്ട ക്യൂ നമ്മുടെ വീട്ടിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആദ്യം ചെയ്യേണ്ടത് അവനവന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ മാറ്റിയിട്ട് DXന്റെ റൈസ് ബ്രാൻ ഓയിൽ വാങ്ങിച്ചു വെച്ച് കുക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ പണലാഭം വരും, ഹെൽത്ത് നന്നായിട്ട് കിട്ടും, ആശുപത്രി കൊടുക്കുന്ന പണവും നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുക്കിംഗ് ഓയിൽ മാറ്റുക എന്ന് പറയുന്ന ഒരു സന്ദേശം നമുക്ക് ഈ തരികയാണ്. 4.22 ലക്ഷം സ്ത്രീകളിൽ 22,605 പേർക്ക് ക്യാൻസർ ലക്ഷണം ഉണ്ടെന്നാണ് പറയുന്നത്.
78 പേർക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. സ്തനാർബുദം മാത്രം 12,450 ആളുകൾക്ക്, അതായത് 3%, 3,85,776 പേർക്ക്. ഇത് ഗർഭാശയ കളാർബുദം, വായിലെ ക്യാൻസർ, ഇതൊക്കെ സ്ത്രീകളിലെ വളരെ 4,2 ലക്ഷം സ്ത്രീകൾ എടുത്തപ്പോൾ 22,000 പേർക്ക് ക്യാൻസർ. ഇതൊരു കണക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കൂടുവോ കുറയുമോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കുക. നമ്മൾ പറയുന്നത് എന്താ പറയുക, എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടിരിക്കണേ എന്നുള്ളതാണ്. ഈ ക്യാൻസർ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്, പക്ഷെ അത് രോഗമാകാത്തതിന്റെ കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഒരാളുണ്ട്. അയാളുടെ പേര് മാക്രോഫേജസ് എന്നാ പറയുന്നത്, ഒരു തരം വെള്ള രക്താണുക്കൾ. അവരാണ് ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള വലിയ ഗുണ്ടകൾ. അവര് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരുത്തൻ റൗഡിത്തരം കാണിച്ചാൽ, ലഹരി ഉപയോഗമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമോ, കഞ്ചാവോ കൊണ്ട് നടക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ അവനെ വളഞ്ഞിട്ട് തല്ലും, തല്ലി അവനെ പുറത്താക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു പോലീസ് വിഭാഗമുണ്ട്. അവരുടെ പേരാണ് സ്ലീപ്പിംഗ് ലയൺ, ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന മാക്രോഫേജസ്. ഈ മാക്രോഫേജസ് എന്ന് പറയുന്ന വെള്ളരക്താണുക്കളെ തട്ടി എഴുന്നേൽപ്പിച്ച് എടുക്കടാ പണി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു സാധനമാണ് ഗാനോഡർമയിലുള്ളത്. അതിന്റെ പേരാണ് പോളിസാക്കറൈഡ്. ആ പോളിസാക്കറൈഡ് എന്ന് പറയുന്ന സാധനം ഗാനോഡർമയിലുള്ളതുപോലെ ഉള്ള ഒരു പോളിസാക്കറൈഡ് മറ്റു ഭക്ഷണ സാധനങ്ങളില്ല. അതുകൊണ്ടാണ് അമല ക്യാൻസർ റിസർച്ച് സെന്ററിലെ ഈ ഗാനോഡർമ കഴിക്കുന്നത് ഇതേപോലുള്ള അസുഖങ്ങളെ തടുത്തു നിർത്താൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു എന്ന് ഡോക്ടർ കെ കെ ജനാർദ്ദനൻ പ്രഖ്യാപിച്ചു പറഞ്ഞത്. ജനത്തിന്റെ തലയിലോട്ട് കയറാൻ ഇനിയും കുറെ നാളുകൾ എടുക്കും. പ്രതിവർഷം 1,00,000 പുതിയ രോഗികളുണ്ട്. എല്ലാ വർഷവും പകർച്ചവ്യാധി പോലെ ക്യാൻസർ. ഇത് കേരളത്തിലെ കൂടാനുള്ള കാരണങ്ങൾ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് മുഖ്യ കാരണം. തെറ്റായ ഭക്ഷണ രീതി ഒരുപാടുണ്ട്. 9,400ഓളം റെസ്റ്റോറൻറ്റുകളാണ് കഴിഞ്ഞ വർഷം തുടങ്ങിയത്. 9,400 റെസ്റ്റോറൻറ്റുകൾ പുതിയതായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നേട്ടമാണെന്ന് വെച്ചാൽ നേട്ടമാണ്. പക്ഷേ അവിടെ എന്താണ് പാകം ചെയ്ത് കൊടുക്കുന്നത്, എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഏത് ഓയിലിലാണ് ഇത് പാകം ചെയ്ത് കൊടുക്കുന്നത്, ഇത് തന്നെയാണോ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഈ 9,400 ഹോസ്പിറ്റൽസും കൂടി തുടങ്ങേണ്ടി വരും. അപ്പം ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഇത് പ്രതിവർഷം 1,00,000 പുതിയ രോഗികൾ വരികയാണ്. അപ്പോൾ നമ്മളുടെ എന്തിനു ഞാൻ ഡിഎക്ഷൻ ചെയ്യണം? അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാജ വെളിച്ചെണ്ണ ഒഴുകുന്നു. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എത്രത്തോളം നല്ല വെളിച്ചെണ്ണയാണെന്നുള്ളത് പരിശോധിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ DXന്റെ ഈ പറയുന്ന നമ്മുടെ ഈ റൈസ് ബ്രാൻ ഓയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കളർ ഒരു വിളക്കെണ്ണയുടെ പോലത്തെ കളറാണ്. അപ്പൊ വിളക്കിലൊക്കെ ഒഴിച്ച് കത്തിക്കില്ല. സത്യത്തിൽ ഞാനൊരു 4 മാസക്കാലം ഇത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. കാരണം എനിക്കത് കളറ് ഇഷ്ടപ്പെടാനില്ല, ഇനി മണം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ എനിക്ക് ഇതിൽ മുട്ട പൊരിച്ച് തന്നത്. മുട്ട പൊരിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല സ്വാദുണ്ടല്ലോ, സാധാരണ ഇതെന്തോ ഇല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത് DXന്റെ റൈസ് ബ്രാൻ ഓയിൽ. അപ്പൊ ഞാൻ ഞെട്ടി, ഇത്രയും നല്ല ടേസ്റ്റാണ്. ഞാനങ്ങനെ റൈസ് ബ്രാൻ ഓയിലിന്റെ ഒരു ഫാനായിട്ട് മാറി. അതങ്ങനെ വാങ്ങിച്ചു, ഞാൻ ഡയറക്റ്റ് കുടിക്കാൻ തുടങ്ങി. പിന്നെ അത് ഉപയോഗിക്കാൻ നോക്കി. നല്ല നല്ല സുഖമാണ്, നല്ല ടേസ്റ്റാണ്. ഡയറക്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാനത് മീൻകറിയിൽ ചെയ്ത് നോക്കി. അപ്പൊ ഈ സ്മോക്കിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. അതായത് ഏം, സാധാരണ എണ്ണയൊക്കെ ഇട്ട് കഴിയുമ്പോൾ വേഗം പുക വരും, പക്ഷെ ഇത് അങ്ങനെ പുക വരില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത് വളരെ നല്ലതാണ്, ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ, റിസർച്ച് ചെയ്തപ്പോൾ, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പം ഈ വെളിച്ചെണ്ണയേക്കാൾ വില കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയേക്കാൾ വില കുറഞ്ഞതാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയില്. അപ്പൊ അത് പരമാവധി ആളുകൾ കൊടുക്കുക. ഇപ്പൊ അതെനിക്ക് തോന്നുന്നു അതിന്റെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു, വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. എടുക്കുക, വീട്ടിൽ ഉപയോഗിക്കുക, പലർക്കും ഒക്കെ കൊടുക്കുക, ഉപയോഗിക്കാനായിട്ട് പറയുക. കേരളത്തിന് വയസ്സാകുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് ഇത്. പ്രതിവർഷം ജനനനിരക്കിൽ ഇടിവുണ്ട്. പ്രായമേവർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിലാണെന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള ആളുകൾ. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ കണ്ടോ, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, വയസ്സായ ആളുകളുടെ എണ്ണം കൂടും, പിള്ളേരുടെ എണ്ണം കുറയും. പിള്ളേരുടെ എണ്ണം കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 45% വരുന്ന സ്ത്രീകൾക്ക് PCOD ആയി കഴിഞ്ഞു. കുട്ടികൾക്ക് PCOD ആയി കഴിഞ്ഞു. സ്ത്രീകളല്ല, കുട്ടികൾ, പെൺകുട്ടികൾക്ക് PCOD.
അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അതായത് ഏഹ്, ഗർഭപാത്രത്തിലും ട്യൂബിലും ഒക്കെ ഈ പറയുന്ന സിസ്റ്റുകൾ വളരുക, കറക്റ്റായിട്ടുള്ള ഓവുലേഷൻ കറക്റ്റ് ആകാതിരിക്കുക, പീരീഡ് കറക്റ്റ് ആകാതിരിക്കുക, ഭയങ്കരമായ കോംപ്ലിക്കേഷൻസ് പീരീഡ് ടൈമിലൊക്കെ ഉണ്ടാകുക, ഇത്തരം അല്ലെങ്കിൽ പീരീഡ് ഉണ്ടാകാതിരിക്കുക വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കാതിരിക്കുക, കണ്ടിന്യൂസ് ബ്ലീഡിങ്, ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് അത് വലിയൊരു കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ, അതായത് ഇപ്പോഴത്തെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കല്യാണം വേണമെന്ന് ചോദിച്ചാൽ പറയും വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം, കുറെ നാൾ ജീവിക്കും, മതിയാകുമ്പോൾ വേറൊരാളുടെ കൂടെ ജീവിക്കും, അത് കഴിഞ്ഞ് മതിയാകുമ്പോൾ വേറൊരാളുടെ ജീവിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോട് ഇങ്ങനെ ജീവിച്ചു പോകുന്നതിന് എനിക്ക് തോന്നുന്നില്ല അതൊരു ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പേര് വേറെ പേരുകളൊക്കെ ഇട്ട് വിളിക്കേണ്ടി വരും. ഏതായാലും അതാണ് ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടം. ഒന്ന്. രണ്ടാമത്തേത്, ബാധ്യതകളൊന്നും വേണ്ട, കുട്ടികൾ വേണ്ടാന്ന് അവർ തീരുമാനം എടുത്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ, അത് ജനം ഇല്ലാണ്ടാവും. അത് ജനത്തിന്റെ പെരുപ്പം കുറയും. ഇപ്പൊ യൂറോപ്പ് പോലുള്ള ഒരു സ്റ്റൈലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വി വിൽ സീ ഇറ്റ്. അപ്പൊ കേരളത്തിന് വയസ്സാകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. വയസ്സായ ആളുകളുടെ എണ്ണം കൂടുന്നു, കുട്ടികളുടെ എണ്ണം കുറയും, ജനം കുറയും. അപ്പോൾ ഈ PCOD ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗാനോഡർമ, സ്പൈറലീന, കോഫിയൊക്കെ അവർ കഴിക്കുന്നത് നല്ലതാണ്. അവരെന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും നടത്തിക്കോട്ടെ. പക്ഷെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് ചേഞ്ചസ്, അവർക്ക് ഫാസ്റ്റായിട്ട് ചേഞ്ചസ് കിട്ടുന്നുണ്ട് ബോഡിയിൽ. അപ്പൊ അത് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം. അതിനാണ് DXing ചെയ്യേണ്ടത്. ഈ നമ്മൾ കുറെ നാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് ഒരാൾക്ക് ഉപകാരമില്ലാതെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും മാത്രം ഗുണങ്ങളുണ്ടായി. ഞാൻ മതിൽ കെട്ടി അതിനുള്ളിൽ തോട്ടം പിടിപ്പിച്ചു, പിന്നെ ഇടക്കിടക്ക് മതിൽ പൊളിച്ചു പണിയും, പിന്നെ ഞാൻ എൻ്റെ വീടിനകത്ത് പെയിന്റ് അടിക്കും. അങ്ങനെ ചെയ്ത് ഞാൻ ഒരു ദിവസം മരിക്കും. അങ്ങനെ ഒരാൾക്കും പ്രയോജനമില്ലാണ്ട് ഒരു കോമ്പൗണ്ടിനുള്ളിൽ മരിച്ചുപോയ എത്രയോ ആളുകളുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചുകൂടി ആളുകളെ സഹായിക്കണം, ഇത്തരത്തിൽ ആളുകളെ സഹായിക്കണം. അതുവഴി നമുക്കും ബെനിഫിറ്റ് ഉണ്ട് എങ്കിൽ രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ഉള്ള കാര്യമല്ല അത് ചെയ്യാം. ഐ ഷുഡ് ഐ ജോയിൻ DX ഓപ്ഷൻ ഇൻ അവർ ലൈഫ്. അതായത് നമുക്കിപ്പോ എന്തിന് DXing ചെയ്യണമെന്നുള്ളതിന് ഓപ്ഷൻസ് വരുന്ന: ഒന്ന്, തൊഴിലാളിയായി ജീവിക്കാം; രണ്ട്, ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക; മൂന്ന്, ഒരു ബിസിനസിന്റെ ഉടമസ്ഥനായി മാറുക; നാല്, ഒരു വലിയ നിക്ഷേപം നടത്തുന്ന ആളായിട്ട് മാറുക. അപ്പൊ ഇത് ആരാകാനാണ് താല്പര്യം എന്ന് വെച്ചാൽ നമുക്ക് താഴ്ന്നു എടുക്കുക. ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ കോടാനുകോടി വേണം, അത് നമ്മുടെ കയ്യിലില്ല. ബിസിനസിന്റെ ഓണർ ആകണം, ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കണം, അപ്പോഴും കോടിക്കണക്കിന് രൂപ വേണം. ഇനി സെൽഫ് എംപ്ലോയ് ആണെങ്കിൽ ഒരു 10 ലക്ഷം 20 ലക്ഷം ആ റേഞ്ചിലുള്ള പൈസ വേണം, അതുമില്ല. പിന്നെ ഒരു ജോലി എടുത്ത് അങ്ങനെ ജീവിച്ചു പോവുക. ഇതാണ് നമ്മളുടെ എല്ലാം പ്ലാൻ. പക്ഷെ DXന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, DXനിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അയാൾ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് അയാൾ ട്രെയിനിങ് എടുക്കണം. അല്ലാണ്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ ഇതിന്റെ മെമ്പറാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്ന പറ്റില്ല. ഇതിന്റെ ട്രെയിനിങ് എടുക്കണം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു വലിയ പൊസിഷനിലേക്ക് നമ്മൾ എത്തും. നമ്മൾ നല്ല നോളജ് സമ്പാദിച്ചെടുക്കും, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, വീഡിയോസ് കാണും, കേൾക്കും, ഓഡിയോസ് കേൾക്കും, പലരുമായിട്ട് ഡിസ്കസ് ചെയ്യും, കസ്റ്റമേഴ്സിനെ വിളിച്ചുകൂട്ടി പ്രോഗ്രാംസ് നടത്തും. അങ്ങനെ അത്തരത്തിലേക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യും. ഇങ്ങനെയുള്ള പല പരിപാടികളും ചെയ്തുകൊണ്ട് നമ്മൾ വിജയിച്ച് വരുമ്പോൾ നമുക്ക് ഒരു 1 2 3 വർഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓണറായി മാറാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഒരു പൈസ മുടക്കില്ലാതെ തന്നെ ബിസിനസ് ഓണറായിട്ട് മാറാൻ പറ്റും. പക്ഷെ നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറായിരിക്കണം. പല ആൾക്കാർക്കും പണിയെടുക്കാൻ തയ്യാറല്ല, പണം ഇടാൻ തയ്യാറാണ്. പണം ഇട്ടത് കൊണ്ടൊന്നും ഒരാൾ DXനിൽ വിജയിക്കില്ല. ഇതിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. പൈസ നിങ്ങൾ എത്ര ഇടും? 1 കോടി കൊണ്ടുവന്നിട്ടോ ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. 1 കോടി രൂപ DXന് ആവശ്യമില്ല. ഒരു 20 കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വേണ്ടി വരുന്നത് 10,000 രൂപയുടെ പ്രൊഡക്റ്റാണ്. ഈ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യണം. അത് നമ്മളെ കൂടെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെയും കൂട്ടുക. അങ്ങനെ ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യാനാണ് DXM പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഒരു ബിസിനസ് ഓണറായിട്ട് മാറുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് തുടരും. ഈ ഒരു എംപ്ലോയി ആയിരിക്കുന്ന നമ്മളിൽ നിന്ന്, ഒരു സെൽഫ് എംപ്ലോയി ആയിരിക്കുന്ന ആളിൽ നിന്ന് നമ്മളെ ഒരു ബിസിനസ് ഓണറാക്കി, ഒരു ഇൻവെസ്റ്ററാക്കി നമ്മൾ മാറ്റാണ്. അതാണ് DXN കമ്പനി ചെയ്യുന്നത്. ഇതിങ്ങനെ വന്നിട്ടുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ ലിമിന്റെ ഒപ്പം ഇരിക്കുന്ന ആളുകളെ കാണുന്നത്. ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയാണ് DX നമുക്ക് തരുന്നത്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് DXN തരുന്നുണ്ട്, റെക്കഗ്നീഷൻ തരുന്നുണ്ട്, ഫോറിൻ ടൂൾസ് തരുന്നുണ്ട്, ഹെൽത്ത് തരുന്നുണ്ട്. കാരണം DXL നിൽക്കുന്നിടത്തോളം കാലം ഈ പ്രൊഡക്റ്റ് കഴിക്കാതിരിക്കാൻ പറ്റില്ല.
കാരണം ഇത് മറ്റുള്ളവർ കഴിക്കുമ്പോൾ നമ്മളും കഴിച്ചു പോകും. കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, മേടിക്കുമല്ലോ, എങ്ങനെയാലും മേടിക്കണമല്ലോ, അവനവന്റെ പി വി എങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ വീട്ടിലേക്കുള്ള കുക്കിംഗ് ഓയിൽ മേടിക്കും, പല്ല് വെക്കാനുള്ള പേസ്റ്റ് മേടിക്കും, കുളിക്കാനുള്ള സോപ്പ് മേടിക്കും. ഉം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കാനാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ബർഗർ പാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ബർഗർ പാറ്റി ചപ്പാത്തിയുടെ ഉള്ളിലേക്ക് വെച്ച് കഴിച്ച് നോക്കിയാൽ നിങ്ങളെ അത് നല്ല ടേസ്റ്റാണത്. നിങ്ങൾക്ക് പല പരിപാടികൾ ചെയ്യാതെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതെല്ലാം DXN നമുക്ക് സംഭാവന നൽകുന്നതാണ്. പുതിയ ആളുകളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു ആപ്ലിക്കേഷൻ ഫോം DXന്റെ കിട്ടും, അത് വാങ്ങിക്കുക, ഫില്ല് ചെയ്യുക. പാസ്വേഡ് സൈസ് ഫോട്ടോ ഒരെണ്ണം കൊടുക്കുക, ആധാറിന്റെ കോപ്പിയും പാൻ കാർഡിന്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയും കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ ID ഒക്കെ കൊടുത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്യുക. അതാണ് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ആ ചെയ്യുന്ന ആൾക്ക് കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റുകൾ ഇതാണ്: ഒന്ന്, റീറ്റെയിൽ പ്രോഫിറ്റ്; രണ്ട്, ഗ്രൂപ്പ് ബോണസ്, സ്റ്റാർ ഗ്രൂപ്പ് ബോണസ്, ഡെവലപ്മെന്റ് ബോണസ്, ലീഡർഷിപ്പ് ബോണസ്, ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ്, ട്രാവൽ സെമിനാർ ഇൻസെന്റീവ്, ഹാൻഡ് ഫോൺ സെറ്റ് ഇൻസെന്റീവ്, ഓവർസീസ് ട്രാവൽ ഇൻസെന്റീവ്, IOC ഹൈബ്രിഡ് പ്ലാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ DXNൽ വന്ന് ഇപ്പൊ 1/4 നൂറ്റാണ്ടാകുന്നു. പക്ഷേ ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ഗ്രൂപ്പില് ഇന്ത്യയിൽ, നൈജീരിയയിൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് ഈ പറയുന്നത്, കാണിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഇപ്പൊ തന്നെ 37 രാജ്യങ്ങൾ ഇവിടെ തന്നെയായി. 76 രാജ്യം, 76ാമത്തെ രാജ്യമായിട്ട് ബ്രസീലാണ് വരുന്നത്. ദെൻ 115ാമത്തെ രാജ്യമായിട്ട് ബൾഗേറിയ വരുന്നു. ദെൻ 155ാമത്തെ രാജ്യമായിട്ട് വരുന്നത് സെയിന്റ് ഹെലന. നമ്മളെ രാജ്യത്തെ കുറിച്ച് പോലും കേട്ടല്ലോ. ഇത് എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അവിടെ എല്ലാം നമുക്ക് ഒരു മെമ്പർ എങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരോ ഒരാൾ ജോയിൻ ചെയ്ത്, ആരോ ഒരാൾ പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കാപ്പി കുടിക്കുന്നുണ്ട്, പാത്രം കഴുകുന്നുണ്ട്. അപ്പൊ DXN നമുക്ക് ബിസിനസ് ഇങ്ങനെ പറക്കണത്. അപ്പൊ നമ്മള് ഇത് എത്രത്തോളം നമുക്കിതിനെ വാരിപ്പുണരാൻ നിങ്ങൾക്ക് സാധിച്ചാലാണ് നിങ്ങൾ DXNൽ വിജയിക്കുള്ളൂ. ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നിൽക്കണം. അല്ല ഇന്ന് ചെയ്ത് പിന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങനെ ഒരു കമ്പനി ഉണ്ടല്ലേ, എന്നാ ഇപ്പൊ ഇന്ന് തുടങ്ങാം, അങ്ങനെയല്ല. ഒരു കണ്ടിന്യൂറ്റി വേണം. എല്ലാ ദിവസവും റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് DXNൽ വിജയിക്കുന്നത്. ഞാനിതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളാണ്. അല്ലാതെ ആളുകൾ പറയാറുണ്ട്, ഞാൻ വിജയിക്കണില്ല സാർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഒരു ദിവസം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നലെ എന്ത് പണിയാണ് എടുത്തത്? ഇന്നലെ ഒരു പണിയും എടുത്തില്ല. മിനിയാവുന്ന ഒന്നും ചെയ്തില്ല. അതിന്റെ മിനിയാവുന്നേ. അപ്പോ അങ്ങനെ കുറെ മിനിയാവുന്ന പോയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ ഈ 3 മാസം താങ്കൾ എന്ത് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ എങ്ങനെ വിജയിക്കും? അപ്പൊ എല്ലാ ദിവസവും 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ മിനിമം തുടക്കത്തിലെ തുടങ്ങിയത് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഒരാൾ സക്സസ് ആവുള്ളൂ. ഈ നമ്മള് ഒരാൾ പറയാണ്, എൻ്റെ വീട്ടിൽ പൂന്തോട്ടമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാരണം? അയാൾ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടില്ല. അതെന്താ ചെടി വെച്ച് പിടിപ്പിക്കാത്തത്? അത് ചെടി നമ്മൾ വിത്ത് ആദ്യം കൊണ്ട് പാകുന്നതിന് മുമ്പ് നിലമൊരുക്കണം, നിലത്ത് കിളക്കുമ്പോൾ എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് കിളക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഒരാളെ നിർത്തണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. അത് കാരണം ഞാൻ അതും ചെയ്തിട്ടില്ല. അപ്പൊ പൂന്തോട്ടം ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്, പൂന്തോട്ടം വേണമെന്ന്. പക്ഷെ ഇതുവരെ അയാളുടെ വീട്ടിൽ പൂന്തോട്ടം ഇല്ല. കാരണം അയാളുടെ തന്നെ കുറെ പ്രശ്നങ്ങളാണ്. DXNൽ ഒരാൾ വിജയിക്കാത്തതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ്. ഞാൻ വിജയിച്ചിട്ടില്ലെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ പ്രോബ്ലം. ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇത് വേറൊരാൾക്ക് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കണ്ട. അപ്പോൾ പരാജയത്തിനും വിജയത്തിനും ക്രെഡിറ്റ് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ everyone deserve a life of health, wealth and happiness. ഈ ലോകത്തുള്ള എല്ലാവർക്കും ഹെൽത്തും കൊടുക്കണം, വെൽത്തും കൊടുക്കണം, ഹാപ്പിനെസ്സും കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഒരാൾ DXNൽ ജോയിൻ ചെയ്യുന്നത്. ഇത് ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങൾ വിശകലനം ചെയ്യും? കേരളത്തിൽ ഏതായാലും ഇതേപോലത്തെ ഒരു ഫാമിലി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നല്ലോ. ഒന്ന് നോക്കിയേ, അയാളുടെ വീടിന്റെ മുൻപിൽ നിന്നിട്ട് അയാളും അയാളുടെ ഭാര്യയും 4 പിള്ളേരും, അയാളുടെ അമ്മയാണെന്ന് തോന്നുന്നു, ഭാര്യയുടെ അമ്മ അയാളുടെ അമ്മയും, അവരെല്ലാരും കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ നാടോടികൾ വരൂലേ, അങ്ങനത്തെ ആളുകളുടെ ഒരു ഫോട്ടോ ആയിട്ട് എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. പക്ഷെ എന്റെ ടീമാണ് ഇദ്ദേഹം, ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അങ്ങേര് പതുക്കെ DXN ചെയ്ത് ഒരു ചെറിയ വീട് സെറ്റപ്പ് ആക്കി, ഒരു ചെറിയ കാറ് വാങ്ങിച്ച്, അയാളും ഭാര്യയും ഡ്രസ്സിൽ വരെ ചേഞ്ച് ആയി എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾ കുറച്ച് സമയമായിട്ടില്ല, 2-3 വർഷമായിട്ടില്ല ഒരു ചേഞ്ച് ഒരാളിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഒരു കളക്ടർക്ക് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും. ഒരു രാഷ്ട്രീയക്കാരന് ഇത് ചെയ്യാൻ പറ്റില്ല.
ഇത് ചെയ്യാൻ പറ്റുന്നത് DXN കാരനാണ്. അതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഒരാളെ മാറ്റിമറിക്കുകയാണ്. അയാളുടെ ലൈഫ് തന്നെ ടോട്ടലി ചേഞ്ച് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. സമൂഹത്തിനെ മൊത്തത്തിൽ ചേഞ്ച് ആക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിലാണ് കൈവച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്തിലായി കൈവച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ മലേഷ്യയിൽ വന്നു. ലഖൻ ഫ്രം ജാർഖണ്ഡ്, നമ്മുടെ ടീമിലുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഇപ്പോൾ വിദേശ യാത്രകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നു. ആളുടെ നേരത്തെ സ്ഥിതി കണ്ടില്ലേ? ആ സ്ഥിതിയിലൊന്നും നമ്മുടെ ഈ കൂട്ടത്തിൽ എന്നെ ഇപ്പോൾ മീറ്റിംഗ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും അത്തരം പ്രശ്നത്തിലൊന്നും ഉള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. ഇതും നമ്മുടെ ടീമിലെ മെമ്പർ തന്നെയാണ്. അദ്ദേഹത്തിന് കൂടെ നിന്ന് ലഖൻ ഫോട്ടോ എടുത്തിരിക്കണം. അദ്ദേഹം ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു വലിയ മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ ആം, ആം, നമ്മുടെ ടീമിൽ തന്നെയുള്ള ഒരു ക്രൗൺ ഡയമണ്ട് ഒരുമിച്ച് നിന്ന് സെൽഫി എടുത്താണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, DXN ഒരു മനോഹരമായ ഒരു ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നു? കാരണം ഇതൊരു വേറൊരു ജോലി പോലെ അല്ല. ഇത് കുറച്ച് സമയവും കുറച്ച് നോളജും അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഒരു ഫ്രീഡം നിങ്ങൾക്ക് DXNോട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഏതായാലും MHMSൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ, ഒപ്പം നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇനിയും നിങ്ങളുടെ പുതിയ മെമ്പേഴ്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അപ്പം എല്ലാവർക്കും പ്രത്യേകം